ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് അമ്പാൻ. സോ നമ്മൾ ഇതുവരെ ഈ രണ്ട് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു ഈ CCAയിലെ FRലെ IA-16 എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടത്. സോ ഇതുവരെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ അകത്ത് IA-16ൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ റെക്കഗ്നിഷൻ, പിന്നെ എന്താണ് അതിൻ്റെ മെഷർമെൻറ്റ് ക്രൈറ്റീരിയാസ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. അതായത് ഡെഫിനിഷൻ ഓഫ് PPE പറഞ്ഞു, പിന്നെ എന്താണ് റെക്കഗ്നിഷൻ ഓഫ് PPE പറഞ്ഞു, എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ഫ്യൂച്ചർ എക്കോണമിക് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ റിലയബിളി മെഷേർഡ്, പിന്നെന്താ വിത്ത് ഡെഫിനിഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. മെഷർമെൻറ്റ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, ഇനിഷ്യൽ മെഷർമെൻറ്റും സബ്സിക്വൻറ്റ് മെഷർമെൻറ്റും. ഇനിഷ്യൽ മെഷർമെൻറ്റ് നമ്മുടെ എന്താണ് കോസ്റ്റിലാണ് നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻഡിച്ചേഴ്സിനെ പറ്റി പറഞ്ഞു. പിന്നെന്താ നമ്മൾ പിന്നെന്താണ് സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു. സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, കോസ്റ്റ് മോഡലും അതുപോലെ തന്നെ ഏത് മോഡൽ നമ്മുടെ റിവാലുവേഷൻ മോഡൽ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് ഓരോന്ന് എവിടെയൊക്കെയാണ് റിവാലുവേഷൻ ഗെയിൻ നമ്മുടെ പ്രോഫിറ്റ് എന്താണ് OCIയിലോട്ടും പോവും. അതുപോലെ റിവാലുവേഷൻ ലോസ് ആണെങ്കിൽ റിവാലുവേഷൻ ഗെയിൻ നമ്മുടെ OCIയിലോട്ട് പോവും, റിവാലുവേഷൻ ലോസ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ഓർ ലോസിലോട്ടും പോകും നമ്മൾ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ റിവാലുവേഷൻ സർപ്ലസ് ആണെങ്കിൽ OCI, ലോസ് ആണെങ്കിൽ SOPL. പിന്നെ എന്താണ് ഡിപ്രിസിയേഷൻ, റിവാലുവേഷൻ കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ ചെയ്യുന്നത് നമ്മൾ ആ റിവാല്യൂ ചെയ്ത എമൗണ്ടിലായിരിക്കും. അതുപോലെ യൂസ്ഫുൾ ലൈഫിലായിരിക്കും നമ്മൾ റിവാല്യൂ ചെയ്യുന്നത്, മീൻസ് ഡിപ്രിസിയേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോപ്പിക് ഡിപ്രിസിയേഷൻ. സോ വാട്ട് ഈസ് ഡിപ്രിസിയേഷൻ? ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ എന്താ? ഡിപ്രിസിയേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ദ അസറ്റ്സ് ഡിപ്രിസിയബിൾ എമൗണ്ട് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അതായത് തേയ്മാനം. ഓക്കെ, അതായത് ഒരു അസറ്റ് നമുക്ക് ഇപ്പോൾ ഒരു 10,000 രൂപ കോസ്റ്റായ ഒരു അസറ്റ് 10 വർഷത്തേക്ക് എന്താണ് ഉണ്ട്, 10 വർഷത്തേക്കാണ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്നും പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചു. 10,000 രൂപ കോസ്റ്റായ ഒരു അസറ്റ് 10 വർഷത്തേക്ക് എന്താണ് നമ്മൾ നമ്മുടെ യൂസ്ഫുൾ ലൈഫ് കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡാന്ന് വെച്ചു. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് 10,000 ഡിവൈഡഡ് ബൈ 10, സ്ക്രാപ്പ് വാല്യൂ ഒന്നുമില്ല, 10,000 ഡിവൈഡ് ബൈ 10 ചെയ്തു. സോ നമുക്ക് എന്താണ് 1000 രൂപ കിട്ടി. അതായത് ഓരോ വർഷം ഈ 1000 രൂപ നമ്മൾ എന്താണ് മൈനസ് ചെയ്ത് അതിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിപ്രിസിയബിൾ എമൗണ്ട് ആയിട്ട് നമ്മൾ കുറച്ച് വരികയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ഇസ് ദ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ആൻ അസെറ്റ് ഡിപ്രിസിയബിൾ എമൗണ്ട് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിപ്രിഷിയബിൾ എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് മൈനസ് റെസിഡ്യൂവൽ വാല്യൂ. നമ്മളുണ്ട് നമ്മുടെ കോസ്റ്റിൽ നിന്ന് റെസിഡ്യൂവൽ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ ഡിപ്രിസിയബിൾ എമൗണ്ട് കിട്ടും. എത്ര എമൗണ്ട് ആണ് നമ്മൾ ഡിപ്രിസിയേറ്റ് ചെയ്യേണ്ടതെന്ന് കിട്ടും. അതുപോലെ ഓരോ എത്ര ഇയേഴ്സിലേക്ക് ഡിപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെർ ഇയർ കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് ഇപ്പോൾ ഡിപ്രിസിയേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എത്ര മെത്തേഡ്സ് ഉണ്ട്? 3 മെത്തേഡ്സ് ഉണ്ട്. സോ ഫസ്റ്റ് മെത്തേഡ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് 10,000 രൂപ 10 വർഷം 10,000 അപ്പോൾ പോട്ടെ, 1,000 രൂപ നമുക്ക് എന്താണ് ഇതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ. സോ ദ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ആ ഒരു പെർട്ടിക്കുലർ ഇയറിലെ നമ്മുടെ ഡിപ്രിസിയബിൾ എമൗണ്ട് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഇയറിലെ നമുക്ക് ഡിപ്രിസിയേഷൻ കിട്ടും. ഇനി അടുത്തതാണ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്താണ്? ഹയർ ഡിപ്രിസിയേഷൻ ഇൻ ഏർലി ഇയേഴ്സ്. അതായത് നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് നമ്മൾ ഒരേ സംഖ്യ ആയിരിക്കും ഡിപ്രിസിയേറ്റ് ചെയ്ത് കുറച്ച് ആ സെയിം സംഖ്യ നമ്മൾ കുറച്ച് ലാസ്റ്റ് എത്താണ്. പക്ഷേ നമ്മുടെ ഈ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് യൂസ് ചെയ്യുമ്പം നമ്മൾ ആദ്യം ഒരു ഇയറിൽ നമ്മൾ ഇതുപോലെ ഡിപ്രിസിയേഷൻ കണ്ടിട്ട് അടുത്ത ഇയറിൽ നമ്മൾ കാണുന്നത് ആ ഒരു ക്യാരി ഡൗൺ ചെയ്ത എമൗണ്ടിലാണ്. ഓക്കെ, അതായത് ഡിപ്രിസിയേഷൻ ആദ്യത്തെ ഇയർ കുറച്ചത് ഏതാണോ ആ ഒരു കുറച്ച എമൗണ്ട്, ഇപ്പം 10,000 രൂപ 1000 രൂപ ഡിപ്രിസിയേഷൻ കുറച്ചു, ബാക്കി വന്ന ആ ഒരു 9,000-ലാണ് നമ്മൾ പിന്നെ ആ സെക്കൻഡ് ഇയറിലെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. ക്യാരിയിങ് വാല്യൂ ഈസ് ഈക്വൽ ടു കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. അതായത് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ ഡിപ്രിസിയേഷൻ ഒരുമിച്ച് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ക്യാരിയിങ് വാല്യൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തതാണ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. ദ ഡിപ്രിസിയേഷൻ ഈസ് പ്രൊവൈഡഡ് ടിൽ ഡേറ്റ്. അതായത് ടിൽ ഡേറ്റ് വരെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 2ാമത്തെ വർഷം വരെ പ്രൊവൈഡ് ചെയ്ത ഡിപ്രിസിയേഷൻ. അടുത്താണ് മെഷീൻ അവർ റേറ്റ് മെത്തേഡ്. എന്താണ് മെഷീൻ അവർ റേറ്റ് മെത്തേഡ്?
ഇത് വലുതായിട്ട് പഠിക്കാനില്ല, എന്നാലും പറഞ്ഞേക്കാം. മെഷീൻ അവർ, റൈറ്റ് മുതൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ട്രാൻസ്ഫർ ടു റീറ്റെയിൻഡ് ഏർണിംഗ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മുടെ റീറ്റെയിൻഡ് ഏർണിംഗ്സിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് നോക്കിക്കോ, ആനുവൽ ട്രാൻസ്ഫർ ഫ്രം റീവാലുവേഷൻ സർപ്ലസ് ടു റീറ്റെയിൻഡ് ഏർണിംഗ്സ് may be made for the excess depreciation charged as a result of revaluation. Okay, ഇതെല്ലാം നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അടുത്തത്, ആഫ്റ്റർ റീവാലുവേഷൻ ഡിപ്രിസിയേഷൻ മസ്റ്റ് ബി കാൽക്കുലേറ്റഡ് അറ്റ് ദിസ് റീവാല്യൂഡ് എമൗണ്ട് ഓവർ ഇറ്റ്സ് റിവൈസ്ഡ് യൂസ്ഫുൾ ലൈഫ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റിവാലുവേഷന് ശേഷം ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിപ്രിസിയബിൾ എമൗണ്ടിലായിരിക്കും നമ്മൾ പിന്നെ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്താണ് നമ്മൾ നോക്കുന്നത് ഡിസ്പോസൽ ഓഫ് നോൺ കറണ്ട് അസറ്റ്. ഒരു നോൺ കറണ്ട് അസറ്റിന്റെ ഡിസ്പോസൽ സമയത്ത് സെയിൽ പ്രൊസീഡ്സ് മൈനസ് ക്യാരിയിങ് വാല്യൂ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സാധനം, ഇപ്പോൾ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു മെഷീനറി ആണെങ്കിൽ ആ സാധനം വിൽക്കുമ്പോൾ നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് എന്താണ് കണ്ടെത്താൻ പറ്റും. സോ ഡിസ്പോസൽ ഓഫ് എൻസിയുടെ ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ സെയിൽ പ്രൊസീഡ്സ്, അതായത് സെയിൽ ചെയ്യുന്ന എത്രയും, ഇപ്പം 10,000 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്, അതുപോലെ ക്യാരിയിങ് വാല്യൂ ഒരു 9,000 ഉണ്ട്. സോ ഞാൻ 10,000 മൈനസ് 9,000 ചെയ്യുമ്പം എനിക്ക് 1,000 വരുന്നുണ്ട്. ആ ഒരു 1,000 എൻ്റെ എന്താണ് പ്രോഫിറ്റ് ആണ്. സോ ഈ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിസ്പോസൽ സമയത്ത് നമ്മൾ എവിടെ കാണിക്കും? നമ്മുടെ SOPL കാണിക്കും. ഓക്കെ ആണേ, ക്ലിയർ ആണേ? സോ നമ്മുടെ IAS 16 അകത്ത് തിയറി പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ തിയറി പാർട്ടിൽ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാനായിട്ട് നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു IAS 16 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചു അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡെഫിനിഷൻ പഠിച്ചു, റെക്കഗ്നിഷൻ പഠിച്ചു, മെഷർമെൻറ്റ് ക്രൈറ്റീരിയസ്, ഇതെല്ലാം നമ്മൾ എന്താണ് പഠിച്ചു. ഓക്കെ ആണല്ലോ? ഇനി ഡെഫിനിഷൻ എന്തായിരുന്നു? Property, plant and equipment are tangible items that are held for the use of production or supply of goods or services for a rental to others or for administrative purposes. ഒക്കെ ഓർമ്മയുണ്ടല്ലോ? ഈ റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയായിരുന്നു? ഫ്യൂച്ചർ എക്കോണമിക് ബെനിഫിറ്റ്സ്, റിലയബിളി മെഷേർഡ്, പിന്നെന്താണ്? മീറ്റ് ഇറ്റ്സ് ഡെഫിനിഷൻ. റിലയബിളി മെഷേർഡ്, മീറ്റ് ദ ഡെഫിനിഷൻ. ഓക്കെ ആണ്. മെഷർമെൻറ്റ് ക്രൈറ്റീരിയാസ് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. ഇനിഷ്യൽ മെഷർമെൻ്റ് ഉണ്ട്, സബ്സിക്വൻറ്റ് മെഷർമെൻ്റ് ഉണ്ട്. ഇനിഷ്യൽ മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റിലാണ് മെഷർ ചെയ്യുന്നത്. അതേസമയം നമ്മുടെ എന്ത് മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ് 2 മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു ആ മെത്തേഡ്സ്? കോസ്റ്റ് മോഡൽ, റിവാലുവേഷൻ മോഡൽ, അങ്ങനെ എല്ലാം പറഞ്ഞു. ഡിപ്രിസിയേഷൻ മോഡൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. സൈനിങ് ഓഫ്. ബൈ ബൈ.